ഇന്ന് ജൂലൈ 10 വെള്ളിയാഴ്ച. 84 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജൂലൈ 10 വെള്ളിയാഴ്ച ആൻ ഫ്രാങ്ക് എഴുതിയ ഡയറി ഞാൻ വായിക്കാം. Dearest Kitty, I have probably bored you with my long description of our house, but I still think you should know where I have ended up, how I ended up. Here is something you will work out from my next letters. ഈ ഡയറിയാണ് പിന്നീട് ലോകപ്രശസ്തമായ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. ആൻ ഫ്രാങ്ക് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികളുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ആംസ്റ്റർഡാമിലെ രഹസ്യ ഒളിത്താവളത്തിൽ 2 വർഷത്തോളം കഴിഞ്ഞ ഒരു ജൂത പെൺകുട്ടിയാണ്. ആ ഒളിത്താവളത്തിന്റെ വിവരങ്ങളെ പറ്റിയാണ് അവൾ ഇവിടെ ഈ ഡയറിയിൽ പറയുന്നത്. 1929 ജൂൺ 12 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ജൂത കുടുംബത്തിലാണ് ആൻ ജനിച്ചത്. അഡോൾ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസികൾ ജൂതന്മാരെ വേട്ടയാടാൻ തുടങ്ങിയതോടെ ആനിന്റെ കുടുംബം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് പലായനം ചെയ്തു. 1942 ആനിന്റെ സഹോദരിയായ മാർഗോട്ടിന് നാസി ക്യാമ്പിൽ ജോലിക്കെത്താൻ നിർദ്ദേശം ലഭിച്ചു. ഇതോടെ ആനിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് തന്റെ ജാം നിർമ്മാണ കമ്പനിയുടെ മുകളിലത്തെ നിലയിലുള്ള രഹസ്യ അറയെ ഒളിത്താവളമാക്കി. പുറത്തറിയാതെ 2 വർഷത്തോളമാണ് അവർ അവിടെ കഴിഞ്ഞത്. ആൻ ഫ്രാങ്കിന്റെ 13ാം ജന്മദിനത്തിൽ അവളുടെ അച്ഛൻ ഒരു ഡയറി സമ്മാനമായി കൊടുത്തിരുന്നു. വെള്ളയും ചുവപ്പും വരകളുള്ള പുറം ചട്ടകളുള്ള അതിന് കിറ്റി എന്നവർ പേരിട്ടു. ആൻ തന്റെ ഡയറിയെ ഒരു പുസ്തകമായിട്ടല്ല, മറിച്ച് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ടാണ് കണ്ടത്. ഒളിത്താവളത്തിലെ ഒറ്റപ്പെടൽ, ഭയം, തന്റെ സ്വപ്നങ്ങൾ, കൗമാരകാലത്തെ ചിന്തകൾ, അവളുടെ പ്രിയപ്പെട്ട പീറ്റർ എന്നിവയെല്ലാം അവൾ ഈ ഡയറിയിൽ കുറിച്ചു. ഒരു എഴുത്തുകാരിയാകാൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. 1944 ഓഗസ്റ്റ് 4 ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസായ ഗെസ്റ്റപ്പോയുടെ പരിശോധനയിൽ അവരുടെ ഒളിത്താവളം കണ്ടെത്തുകയും അവിടെ ഉണ്ടായിരുന്നവരെ നാസി തടങ്കൽ പാളയത്തിലേക്ക് അയക്കുകയും ചെയ്തു. 1933 ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതോടെ ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും പിന്നീട് യൂറോപ്പിൽ നിന്ന് തന്നെയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതോടെ ലക്ഷക്കണക്കിന് ജൂതന്മാർ മറ്റു രാജ്യങ്ങളിലേക്ക് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി യൂറോപ്യൻ രാജ്യങ്ങളെ എല്ലാം കീഴടക്കുകയും ചെയ്തതോടെ പലായനം ചെയ്ത ജൂതന്മാർ വീണ്ടും നാസികളുടെ പിടിയിലായി. 1 ദശലക്ഷത്തോളം കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 60 ലക്ഷം ജൂതന്മാരാണ് നാസി തടങ്കൽ പാളയങ്ങളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ആനിനെ ബെർഗൻ ബെൻസൽ എന്ന തടങ്കൽ പാളയത്തിലേക്കാണ് മാറ്റിയത്. 1945 ഫെബ്രുവരിയുടെ അവസാനത്തോടെ മോശമായ ആരോഗ്യസ്ഥിതിയും ടൈഫസ് ബാധയും കാരണം അവൾ മരണപ്പെട്ടു. അവളുടെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഒരേ ഒരാൾ ആൻ ഫ്രാങ്കിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് ആയിരുന്നു. ആനിന്റെ സുഹൃത്തായിരുന്ന മീപ് കീസ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഡയറി ഓട്ടോ ഫ്രാങ്ക് കണ്ടെത്തുകയും മകളുടെ ആഗ്രഹം പോലെ 1947 അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു.